ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാറിൻ്റെ മീനാ റാഷിദ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതൊന്നും ലോഞ്ച് ആയിട്ടില്ല, ഇതൊന്നും ലോഞ്ച് ആയിട്ടില്ല. ബട്ട് ഈ ഒരു യാർഡ് പോർട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറീന, ഡൗൺ ടൗൺ, ദുബായ് ഹിൽ സ്റ്റേറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡെവലപ്പറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ കാണുന്ന ഒന്നും ഇപ്പോൾ ഡെവലപ്മെൻ്റ് ആയിട്ടില്ല, ഫസ്റ്റ് ഏർലി സ്റ്റേജിലാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇമാറ് പോലത്തെ ഒരു ടോപ്പ് ഡെവലപ്പർ ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ എപ്പോഴായാലും ഡബിൾ ആവും. കാര്യം ദേ ആർ ദ ടോപ്പ് നമ്പർ 1 ഡെവലപ്പർ ഇൻ ദ ദുബായ്. അപ്പം നമ്മൾ ഇമാറിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാർ ഒരു സിറ്റിയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരിക്കലും ഒരു എന്താ പറയുക, 1-2 ഡെവലപ്മെൻറ്റ്സ് അല്ല അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. സോ ഇതെല്ലാം അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തേക്കുന്ന ക്ലിയർ പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് മാത്രമാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു മാത്രമാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. സോ ഞാൻ പറയുന്നത് അടുത്ത പ്രൊജക്റ്റിനനുസരിച്ച് അവരുടെ ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ആയി പോകും. ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്ന 1850 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റൽ ലൈനിലാണ്, മാൻ മെയ്ഡ് ഐലൻഡിലാണ്. കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ല, ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ കോസ്റ്റൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പം മാൻ മെയ്ഡ് ആയിട്ടുള്ള ഐലൻഡിനകത്ത് 1850 സ്ക്വയർ ഫീറ്റ് പെർ പ്രൈസിനാണ് നിങ്ങൾക്ക് ഇമാറിൽ പ്രോപ്പർട്ടി കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇമാറിൻ്റെ ക്വാളിറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. രണ്ടാമത്തത്, ഇപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഫുൾ മരുഭൂമിയാണ്. ഇപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, സ്റ്റാർട്ടിങ് നൗ. പിന്നെ ലൊക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബർദുബായ്, ദേര, പിന്നെ അതുപോലെ തന്നെ കരാമ, ഈ ഭാഗത്തൊന്നും നിങ്ങൾക്കറിയാം ഒരിക്കലും ലീസ് ഹോൾഡ് മാത്രമേ ഉള്ളൂ, ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇല്ല. ഇത് വന്നിട്ട് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയാണ്. സോ അതുപോലെ തന്നെ ഈ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മാരിടൈം സിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ മാരിടൈം സിറ്റിയിൽ നിങ്ങൾക്കറിയാം സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് 1500 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് വന്നിട്ട് 2500 സ്ക്വയർ ഫീറ്റിലോട്ട് മാറിയിട്ടുണ്ട്. സോ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയണം. ഫസ്റ്റത്തെ അൻവേണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് ദിയാറിൻ്റെ മാർക്കാസ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ദമാക്കിൻ്റെ ഹാർബർ ലൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദിയാറിൻ്റെ മാർക്കാസ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രോപ്പർട്ടി ലോഞ്ച് ചെയ്യുന്നതനുസരിച്ച് ദിയാറിൻ്റെ മാർക്കാസ കഴിഞ്ഞിട്ട് നമ്മുടെ ദമാക്കിൻ്റെ കോറൽ റീഫ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കോറൽ റീഫിന് ശേഷം ഇപ്പോൾ ധനുബിൻ്റെ ഓഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഷൻസ് 1 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത് നോട്ടിക്ക 1 നോട്ടിക്ക 2 ആണ്. സെയിം പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ഇൻക്രീസ് ആയി 2500 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലോട്ട് വരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബീച്ച് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമാറ് ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പോലെ നേരത്തെ പാം ജബലാലി ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. പാം ജബലാലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാം ജുമേറ നേരത്തെ ലോഞ്ച് ചെയ്തതാണ്. പാം ജുമേറയുടെ അപ്രിസിയേഷൻ എല്ലാം നിങ്ങൾക്കറിയാം, 200% അപ്രിസിയേഷനാണ് ഉണ്ടായത്. സോ അതേ കണക്ക് തന്നെ പാം ജബലാലി. അപ്പോൾ പാം ജബലാലി എന്ന് പറയുന്ന സ്ഥലം ഇനി ഒരു 10 ഇയേഴ്സിന് ശേഷം ഹെഡിന് അപ്രിസിയേഷൻ ആവേണ്ട വരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർദുബായ്, കരാമ, ദേര ഈ ഭാഗങ്ങളിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് മീനാ റാഷിദ് എന്ന് പറയുന്ന ഏരിയ. അതേപോലെ തന്നെ ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇമാറാണ് ടോപ്പ് ഡെവലപ്പറാണ്, ടോപ്പ് നമ്പർ 1 ഡെവലപ്പറാണ്. സോ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. കാര്യം ഇതെല്ലാം നിങ്ങളിപ്പോൾ ഈ കാണുന്നതെല്ലാം കാലിയാണ്, ഇവിടെ ഒന്നും വന്നിട്ടില്ല. സോ അവിടെ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അഗൈൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി കമ്മ്യൂണിറ്റി പാർക്ക് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇമാർ ഒരിക്കലും ഒരു ചെറിയ ഒരു ഡെവലപ്മെന്റ്സ് അല്ല വരുന്നത്. ദേ ആർ ബിൽഡിംഗ് ലൈക്ക് എ സിറ്റിയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. മറീന ഡൗൺ ടൗൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ മറീന കണ്ടിട്ടുണ്ടാവും, ഡൗൺ ടൗൺ കണ്ടിട്ടുണ്ടാവും, ദുബായ് മാൾ എല്ലാം അവരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതെല്ലാം ഉണ്ടാക്കിയത് നമ്മളെ ഇമാറാണ്. ഓക്കെ, ആ ഒരു ഡെവലപ്മെന്റ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിലോട്ടാണ് നിങ്ങളെ ഞാൻ ഇന്ന് ക്ഷണിക്കുന്നത്.